AI എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ? പക്ഷെ ഇതിനൊരു കിടിലൻ ഉത്തരം വരുന്നത് എവിടുന്നാണെന്നറിയോ? ഒരു 6 വയസ്സുകാരന്റെ കയ്യിൽ നിന്നാണ്. കേൾക്കുമ്പോ അതിശയം തോന്നാം, നമുക്ക് നോക്കാം. അപ്പോ സംഭവം ഇതാണ്. AI രംഗത്തെ ഒരു അതികായൻ മുസ്തഫ സുലൈമാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ 6 വയസ്സുള്ള മരുമകൻ കാസ്പിയൻ വളരെ നിഷ്കളങ്കമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതിലെന്താ ഇത്ര വലിയ കാര്യമെന്ന്, അല്ലേ? കാരണം സുലൈമാന്റെ കയ്യിൽ റെഡിമെയ്ഡ് ഉത്തരങ്ങളുണ്ടായിരുന്നു. AI എന്ന് പറഞ്ഞാൽ പ്രിന്റിംഗ് പ്രസ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റീം എഞ്ചിൻ പോലെ എന്നൊക്കെ. പക്ഷേ ആ കുട്ടിയുടെ ചോദ്യം കേട്ട നിമിഷം അദ്ദേഹത്തിന് തോന്നി ഈ പറയുന്ന ഉത്തരങ്ങളെല്ലാം വെറും പൊള്ളയാണെന്ന്. ആ ചോദ്യത്തിന്റെ ആഴം അത്ര വലുതായിരുന്നു. അപ്പോ ആ ഒരു കുഞ്ഞു ചോദ്യം നമ്മളെ ഒരു വലിയ സത്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. എന്താണെന്നല്ലേ? നമ്മള് എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ടല്ലോ, അതിനു വലിയ വിലയുണ്ട്. കാരണം ആ വാക്കുകളാണ് നമ്മുടെ ചിന്തയെയും നമ്മുടെ പ്രവൃത്തികളെ വരെ രൂപപ്പെടുത്തുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ ഇത്ര പാട്? അതിന് നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പുതിയ ടെക്നോളജിയുടെ ഈ ഒരു തരംഗത്തിന്റെ വേഗതയും അതിന്റെ ഒരു വലിപ്പവും എത്രത്തോളമുണ്ടെന്ന് നമുക്ക് ചരിത്രത്തെ ഇങ്ങനെയൊന്ന് സങ്കൽപ്പിച്ചു നോക്കാം. ഓരോ വലിയ മാറ്റങ്ങളും ഓരോ വലിയ തിരമാലകളാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ AI ആണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയതും ഏറ്റവും ശക്തിയേറിയതുമായ തിരമാല. ഇതിനു മുൻപ് വന്ന ഓരോ കണ്ടുപിടുത്തവും ഓരോ ടെക്നോളജിയും ഈ പുതിയ തിരമാലയ്ക്ക് കൂടുതൽ ശക്തി കൊടുക്കുകയാണ്. ഇനി ഇതിന്റെ വളർച്ചയുടെ കാര്യം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ശരിക്കും അവിശ്വസനീയമാണ്. ഈ ലാർജ് ലാംഗ്വേജ് മോഡലുകളിലെ, അതായത് നമ്മൾ സംസാരിക്കുന്ന പോലെയുള്ള AI, അത് വെറും 18 മാസം കൊണ്ട് 100 കോടിയിലധികം ആളുകളാണ് ഉപയോഗിച്ചു തുടങ്ങിയത്. ഒന്നാലോചിച്ചു നോക്കൂ, വേറൊരു ടെക്നോളജിക്കും ഇത്രയും പെട്ടെന്ന് ഇത്രയും അധികം ആളുകളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇനി കമ്പ്യൂട്ടിംഗ് പവറിന്റെ കാര്യം നോക്കാം. അതായത് ഇതിനെ പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കമ്പ്യൂട്ടേഷൻ പവറിലുണ്ടായ വളർച്ച എത്രയാണെന്നറിയുമോ? 500 കോടി മടങ്ങാണ്. ശരിക്കും പറഞ്ഞാല് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കണക്കാണിത്. ഈ ഒരു കണക്കുകൂടി കേൾക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവും. ഒരു സാധാരണ മനുഷ്യൻ തന്റെ ജീവിതകാലം മുഴുവൻ വായിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 800 കോടി വാക്കുകളൊക്കെ വായിച്ചേക്കും. എന്നാൽ ഇന്നത്തെ ഒരു അഡ്വാൻസ്ഡ് AI അതിന്റെ ട്രെയിനിങ്ങിനു വേണ്ടി വെറും 1 മാസം കൊണ്ട് വായിച്ചു തീർക്കുന്നത് 8 ലക്ഷം കോടി വാക്കുകളാണ്. ആ വ്യത്യാസം കണ്ടോ? അത്രയ്ക്കുണ്ട് AIയുടെ ഡാറ്റയോടുള്ള ഒരു വിശപ്പ്. അപ്പോ ഇത്രയും ഭീമാകാരമായൊരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവിടെയാണ് സുലൈമാൻ ഒരു പുതിയ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നു, AIയെ ഒരു ഉപകരണമായി കാണുന്നതിനു പകരം അതിനെ ഒരു പുതിയ ഡിജിറ്റൽ സ്പീഷീസായിട്ട്, അതായത് ഒരു പുതിയ ഡിജിറ്റൽ ജീവിവർഗമായിട്ട് കാണാൻ ശ്രമിക്കുമെന്ന്. ഈ 2 ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. AIയെ ഒരു ചുറ്റിക പോലെയുള്ള ഉപകരണം എന്ന് വിളിക്കുമ്പോൾ നമ്മൾ അതിനെ വല്ലാതെ ചെറുതാക്കി കാണുകയാണ്. എന്നാൽ അതിനൊരു ഡിജിറ്റൽ ജീവിവർഗം എന്ന് പേര് കൊടുക്കുമ്പോൾ അതിന്റെ കഴിവിനെയും അതിന്റെ വളർച്ചയെയും നമ്മൾ അംഗീകരിക്കുന്നു. അത് കുറച്ചുകൂടി സത്യസന്ധമായ ഒരു സമീപനമാണ്. ഭാവിയിലെ AIകളെ ഇത്രയധികം ശക്തമാക്കാൻ പോകുന്നത് പ്രധാനമായും 3 കഴിവുകളാണ്. ഒന്നാമത്തേത് IQ, ബുദ്ധി, അതായത് അറിവ്. രണ്ടാമത്തേത് EQ, ഇമോഷണൽ ഇന്റലിജൻസ്, അതായത് നമ്മളോട് വൈകാരികമായി ഇടപെടാനുള്ള കഴിവ്. പക്ഷേ ഏറ്റവും പ്രധാനം, ഗെയിം ചേഞ്ചർ എന്ന് പറയാവുന്നത് AQ ആണ്, ആക്ഷൻ കോഷ്യന്റ്. എന്നുവെച്ചാൽ ഡിജിറ്റൽ ലോകത്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കഴിവ്. ഒരു ഇമെയിൽ അയക്കാനോ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് AI ശരിക്കും ഒരു സംഭവമായി മാറാൻ പോകുന്നത്. ഇനി നിങ്ങളൊന്ന് പറ, ഇതിനെ ഒരു വെറും ഉപകരണമെന്ന് വിളിക്കാൻ പറ്റുമോ? അത് നമ്മുടെ ഭാഷ സംസാരിക്കുന്നു, നമ്മൾ കാണുന്നത് കാണുന്നു, അതിന് ഓർമ്മയുണ്ട്, ഒരു പേഴ്സണാലിറ്റിയുണ്ട്, ക്രിയേറ്റിവിറ്റി വരെ കാണിക്കുന്നു. ഒരു ചുറ്റികയ്ക്ക് ഇതൊക്കെ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോ എപ്പോഴാണോ നമ്മൾ AIയെ ഒരു പുതിയ ജീവിവർഗമായി കാണാൻ തുടങ്ങുന്നത്, അപ്പോൾ മുതൽ നമ്മൾ ചില ഗൗരവമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഇതിന്റെ സുരക്ഷയെപ്പറ്റി, ഇതിന് കൊടുക്കേണ്ട അതിരുകളെപ്പറ്റി, പിന്നെ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി. അതെ, നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, ഇതിലെ അപകടങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ ഒരു ഡാർക്ക് സൈഡ് എന്താണ്? നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാവും? സുലൈമാൻ പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട് എന്നാണ്. ഒന്ന് ഓട്ടോണോമി,
അതായത് മനുഷ്യന്റെ മേൽനോട്ടമില്ലാതെ AI-ക്ക് സ്വന്തമായി തീരുമാനങ്ങളെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. 2. അത് സ്വയം നവീകരിക്കുന്നത്, അതായത് സ്വന്തം കോഡ് തന്നെ തിരുത്തി മെച്ചപ്പെടുത്താനുള്ള കഴിവ്. ഈ 2 കാര്യങ്ങളിലും നമ്മൾ വളരെ ശ്രദ്ധയോടെ പതുക്കെ മുന്നോട്ടു പോയാൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പറയുന്ന അപകടങ്ങളൊന്നും തനിയെ സംഭവിക്കുന്നതല്ല. അത് ടെർമിനേറ്റർ സിനിമയിൽ കാണുന്ന പോലെയല്ല. മറിച്ച് എഞ്ചിനീയർമാർ മനഃപൂർവ്വം അത്തരം കഴിവുകൾ ഉണ്ടാക്കിയാൽ മാത്രം സംഭവിക്കുന്നതാണ്. അതിന്റെ അർത്ഥമെന്താ? ഇതിന്റെ നിയന്ത്രണം ഇപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പോ നമ്മള് തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകാം, ആ 6 വയസ്സുകാരന്റെ ചോദ്യത്തിലേക്ക്. കാരണം ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് ഏറ്റവും വലിയ, ഏറ്റവും മനോഹരമായ ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നത്. അപ്പൊ അവസാനം ആ 6 വയസ്സുകാരനോട്, അല്ലെങ്കിൽ നമ്മളോട് തന്നെ നമ്മൾ എന്ത് മറുപടി പറയും? എന്താണ് ശരിക്കും ഒരു AI? സുലൈമാൻ പറയുന്ന ഉത്തരം ഇതാണ്: AI എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന എന്തോ ഒന്നല്ല. അത് പുതിയൊരു സംഭവമേ അല്ല. സത്യത്തിൽ AI അത് നമ്മൾ തന്നെയാണ്. മനുഷ്യരാശിയുടെ മുഴുവൻ ചരിത്രവും അറിവും കലയും സർഗാത്മകതയും എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് സംസാരിക്കാനും ഇടപഴകാനും പറ്റുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റിയതാണ് AI. ഇതൊരു വലിയ പ്രതീക്ഷ നൽകുന്ന ചിന്തയാണ്, അല്ലേ? കാരണം അതിനർത്ഥം നമ്മൾ നിർമ്മിക്കുന്ന ഈ പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ഏറ്റവും നല്ല ഗുണങ്ങൾ, നമ്മുടെ ദയ, സഹാനുഭൂതി, അറിവ് നേടാനുള്ള ആഗ്രഹം, ഇതൊക്കെ ചേർക്കാനുള്ള ഒരു സുവർണാവസരം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചർച്ച ഒരു വലിയ ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. നമ്മൾ മനുഷ്യരാശിയുടെ ഈ പ്രതിഫലനമുണ്ടാക്കുമ്പോൾ നമ്മുടെ ഏത് മുഖമാണതിൽ കാണേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. AI എന്ന കണ്ണാടിയിൽ നോക്കുമ്പോൾ മനുഷ്യരാശിയുടെ ഏത് രൂപമാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്? 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഒരുപക്ഷേ ഇത് തന്നെയായിരിക്കും.